ഹായ്, വെൽക്കം ടു SAP. നിങ്ങളൊരു പ്രോപ്പർട്ടി ഡീലിലും ഒരു വസ്തു സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിന് പോകുമ്പോൾ കേട്ടുള്ള പേരാണ് വെണ്ടർ. ഒരു പ്രോപ്പർട്ടി ഡീൽ ചെയ്യുമ്പോൾ വെണ്ടറുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള പല വീഡിയോയിലും ഒരു പ്രോപ്പർട്ടി ഡീലിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആധാരം എഴുത്തുകാരൻ അഥവാ വെണ്ടർ അഥവാ ഡോക്യുമെന്റ് റൈറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ മോഹൻലാലിൻ്റെ ഇവിടം സ്വർഗമാണ് എന്നൊരു മൂവി കണ്ടു കാണുമല്ലോ, അതിൽ ജഗതി അദ്ദേഹവും ഒരു വെണ്ടറാണ്. അതുപോലെയുള്ള വെണ്ടറെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് നൂലാമാലകൾ ചെന്ന് ചാടേണ്ടി വരും. സോ നിങ്ങളൊരു വെണ്ടറെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ജെനുവിനും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരാളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ആ ക്യാരക്ടറിലെ ജഗതിയെ പോലെ ആണെന്നല്ല, നല്ലൊരു ശതമാനം ആൾക്കാരും ഇതെല്ലാം വളരെ പ്രൊഫഷണലായിട്ടും വളരെ ജെനുവിനായിട്ടാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ചില പുഴുക്കുത്തുകളുണ്ട്. സോ നിങ്ങളത് സൂക്ഷിച്ചും കണ്ടും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഒരു വെണ്ടർ റോൾ നമുക്ക് നോക്കാം. ഒരു ആധാരം എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ വസ്തുവിൻ്റെ എല്ലാ ഡീറ്റെയിലും ഡോക്യുമെൻ്റായിട്ട് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ആളാണ് ആധാരം എഴുത്തുകാരൻ അഥവാ വെണ്ടർ എന്ന് പറയുന്നത്. അതായത് ബയറുടെയും സെല്ലറുടെയും പേരുവിവരങ്ങൾ, നിങ്ങൾ വാങ്ങിക്കുന്ന വസ്തുവിൻ്റെ സർവേ നമ്പർ, ബൗണ്ടറീസ്, ഇങ്ങനെയുള്ള എല്ലാ രേഖകളും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അതുപോലെ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ വാല്യൂ അതിൽ രേഖപ്പെടുത്തുക. അതുപോലെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പവർ ഓഫ് അറ്റോർണി പോലുള്ളതാണെങ്കിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ, എന്തെങ്കിലും ക്ലോഷേഴ്സ് ഉണ്ടെങ്കിൽ അത് വെക്കുക. അതുപോലെ നിങ്ങൾ ഡീൽ ചെയ്ത പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻ വാല്യൂ, മറ്റേതെങ്കിലും തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസോ എന്തെങ്കിലും തരത്തിലുള്ള ക്ലോസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിൽ രേഖപ്പെടുത്തുന്ന ആളാണ് വെണ്ടർ എന്ന് പറയുന്നത്. അതുകൂടാതെ ആ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക. പിന്നീട് നമ്മൾ മുമ്പ് പല വീഡിയോയിലും നമ്മൾ പരിശോധിക്കേണ്ട ചില രേഖകൾ പറഞ്ഞു. ഇതെല്ലാം ഒരു വെണ്ടർ നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നു. നമ്മൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ലെങ്കിലും നല്ലൊരു വെണ്ടർ ആണെങ്കിൽ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു ലീഗൽ ഇഷ്യൂവും ഒരു തരത്തിലുള്ള ബാധ്യതയൊന്നുമില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണോ പ്രോപ്പർട്ടി വാങ്ങുന്നത് ആ സ്റ്റേറ്റിൽ എന്താണോ ടാക്സും മറ്റ് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. മേ ബി നിങ്ങൾ ഫോറിനിലായിരിക്കാം, നിങ്ങൾക്ക് ആ സ്റ്റേറ്റിലെ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് അറിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ ടാക്സ് എത്രയാണെന്ന് അറിയില്ല എങ്കിൽ ഇതെല്ലാം ഒരു വെണ്ടർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പോക്കുവരവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ ലീഗൽ വാലിഡേഷൻ, അതായത് ആ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിക്കാൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നീട് ആ ഡീഡ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ അതിലെല്ലാം ഉപരി നിങ്ങളുടെ സമയം വളരെയധികം ലാഭിച്ചു തരാൻ സഹായിക്കുന്നു. പിന്നെ അതാത് സ്റ്റേറ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോസും അനുസരിച്ചിട്ട് വേണ്ടുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ